അടി അല്ലെങ്കിൽ അടികളുടെ ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾ വരുന്നത് കൊല്ലത്തുനിന്നാണ്. അതുകൊണ്ടാണ് കൊല്ലത്ത് എന്താണ് നടക്കുന്നത് ചോദിച്ചത്. കൊല്ലത്ത് ഇന്ന രീതിയിൽ ഒരു ടാഗ് ലൈൻ ഇട്ട് കൊടുത്താൽ തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ കുറെ ടാഗ് ലൈനും കുറെ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. കേരള സ്റ്റോറി എന്നുള്ളത് അതായത് ഈ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഈ കേരളത്തെ പറ്റി ഇങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടായി കൊടുക്കുന്നത് കേരളീയർക്ക് പിടിക്കുന്നില്ല. ഇതിങ്ങനെയുള്ള സംഭവങ്ങളല്ല, ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഭൂരിപക്ഷം ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണല്ലോ ഇതേ സംഭവമാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തെ അങ്ങനെ ഒരു രീതിയിൽ ചിത്രീകരിച്ച് ഇതേപോലെയൊക്കെയാണ് അടി ഇടി ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു ചിത്രീകരണം മീഡിയയിൽ ഫുള്ള് കൊടുത്തേക്കുക. കൊല്ലക്കാർ മൊത്തം ജനറലൈസ് ചെയ്തേക്കുക. ഇങ്ങനെയാണ് അങ്ങനെയാണ്, അവർക്ക് മിണ്ടാൻ കൊള്ളത്തില്ല, അവരുടെ അടുത്ത് അടുക്കാൻ കൊള്ളത്തില്ല. ആ ജില്ലയിലുള്ളവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കപ്പം നിങ്ങളിപ്പോ ഈ കേരള സ്റ്റോറി ഇറങ്ങുന്ന സമയത്ത് ഈ കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം ഇതാ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സംഭവങ്ങൾ അവർക്കുണ്ടാവുന്ന ആ ഒരു പ്രശ്നം ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ നാട് എന്നുള്ള ഇത് ഉത്ബോധത്തിന് തന്നെ ഉണ്ടായത്. ഇത് തന്നെ ഇങ്ങനൊരു ഫീലിംഗാണ് കൊല്ലത്ത് ജീവിക്കുന്നവർക്ക് ഉണ്ടാവുന്നത്. കൊല്ലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിക്കാൻ. സത്യം പറയാമല്ലോ ഗൈസ്, നമ്മൾ എറണാകുളത്ത് ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഞാനൊരു കോഴിക്കോടുള്ളൊരു പയ്യനായിട്ട് ഇങ്ങനെ സംസാരിച്ച് നല്ലൊരു ഹെൽത്തി കോൺവെർസേഷനിൽ പോയിട്ട് ഞാൻ എൻ്റെ സ്ഥലം പറഞ്ഞേ ഉള്ളൂ. കൊല്ലം ജില്ലയാണ് ബ്രോ എന്ന് പറഞ്ഞപ്പോഴേ അവൻ തിരിഞ്ഞൊരു നടത്തയാണ്. അല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഈ കൊല്ലത്തിനെ വേട്ടയാടുന്നത്. ഉള്ള കാര്യം പറയാം, മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ 24 ന്യൂസാണ്. എന്തുണ്ടെങ്കിലും കൊല്ലത്ത് അത് നടന്നു, കൊല്ലത്ത് ഇത് നടന്നിട്ടില്ല. പല കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങൾ തന്നെ. പപ്പടത്തിന് അടി കൊല്ലത്ത് നടന്നത്, അങ്ങനെ ഒരു അടി കൊല്ലത്ത് നടന്നിട്ടില്ല. നടന്നത് അങ്ങ് ആലപ്പുഴയില്ല. അത് അവരെ തലയ്ക്ക് കൊണ്ടുവരണം. ഓരോ ജില്ലയിലും എല്ലാ ജില്ലയിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. കാര്യങ്ങൾ എന്തോരം നല്ല കാര്യങ്ങൾ നമ്മൾ ഈ കൊല്ലത്ത് നടക്കുന്നുണ്ടെന്നറിയാം. എന്തോരം നല്ല കാര്യങ്ങൾ, എന്തോരം നല്ല മനുഷ്യരുണ്ടെന്നറിയാം കൊല്ലത്ത്. നിങ്ങൾ കൊല്ലത്തേക്ക് വാ, മറ്റ് ജില്ലക്കാർ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ കൊല്ലത്തേക്ക് വാ. എന്നിട്ട് ഞങ്ങളുടെ അതിഥി സൽക്കാരം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം എനിക്ക് വേറെ ജില്ലയിലുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവർ പറയും ഞാൻ അവരുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അവർ പറയും. അവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട് ലേസ് ബണ്ണിൻ്റെ പേരിനൊക്കെ പറഞ്ഞ്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഒരു തമാശയുടെ ഭാഗമാണ്. പക്ഷെ ഒരുപാടങ്ങ് കൊല്ലത്തിനിട്ടും ഉണ്ടാക്കാൻ വരല്ലോ കേട്ടോ. പ്രളയം ഇനി വരാതിരിക്കട്ടെ.